കുടുംബവും കുടുംബ ബന്ധങ്ങളും സഹോദര ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങൾ ഒരു പരിധിവരെ തകരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എളിമപ്പെടാൻ പറ്റിയാൽ, വിട്ടുകൊടുക്കാൻ പറ്റിയാൽ, ക്ഷമിക്കാൻ പറ്റിയാൽ, ഒന്ന് താഴാൻ പറ്റിയാൽ. അയ്യോ, ഞാൻ എൻ്റെ മക്കളുടെ മുമ്പിൽ താന്ന ഉറച്ചല്ല, ഞാൻ അപ്പനല്ലേ, ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പ് താന്നാൽ എങ്ങനെ ശരിയാവുന്നത്, ഞാൻ പുരുഷനല്ലേ. എല്ലായിടത്തും ഒരു സ്നേഹവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ അഹങ്കാരത്തിൻ്റെ കൊമ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നിടത്താണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. സക്കേവൂസ് ഇരുന്ന ആ അഹങ്കാരത്തിൻ്റെ കൊമ്പിൽ നിന്ന് കർത്താവ് അവനെ താഴേക്ക് വിളിച്ചിറക്കി, എന്നിട്ട് വരാൻ പറഞ്ഞു. അവൻ ഇറങ്ങാൻ തയ്യാറായപ്പോൾ സംഭവിച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നു. നമ്മളെ തന്നെ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. നമ്മുടെ അഹങ്കാരം കൊണ്ടാണോ, സ്വാർത്ഥത കൊണ്ടാണോ, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടും നമ്മുടെ പിടിവാശി കൊണ്ടൊക്കെയാണോ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തത്? അങ്ങനെയെങ്കിൽ തിരുത്തപ്പെടേണ്ടത് നമ്മളാണ്. ഞാനാണ് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ കളയുന്നതെങ്കിൽ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും പ്രാർത്ഥിച്ചും മാക്സിമം ക്ഷമിച്ചും എളിമപ്പെട്ടും മനസ്സിലാക്കിയൊക്കെ പോയിട്ട് ഇതിലേക്കൊന്നും എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാനാണ് മാറേണ്ടത്.